അടുത്തതാണ് നമുക്ക് വർഗങ്ങളുടെ തുക. എന്താണ് വർഗങ്ങളുടെ തുക? എന്താ വർഗം എന്ന് പറഞ്ഞാല് സ്ക്വയർ ആണ് അല്ലെ, കൃതികളാണ് അല്ലെ. അപ്പൊ വർഗങ്ങളുടെ തുക കാണാനാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അത് നമുക്കുള്ള ഇക്വേഷൻ ആണ് n × n+1 × 2n+1 all divided by 6. അപ്പൊ എന്താണ് ഇക്വേഷൻ? n × n+1 × 2n+1 all divided by 6 ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. എന്താ? വേറെ ഇക്വേഷൻ ഇല്ല, ഇതാണ് ഇക്വേഷൻ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം, അതാണ് കുറുക്ക് വഴി. നോക്കാം. അത് അങ്ങനെ വലിയ സംഖ്യകളൊന്നും വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളെ ചോദിക്കുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യത്തെ 6 സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കേട്ടോ. ആദ്യത്തെ 6 സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. അപ്പൊ ഇവിടെ n നമുക്ക് കിട്ടിയല്ലോ അല്ലേ? n എത്രയാ? 6 ആണ്. അപ്പൊ n എത്രയാണ്? 6 ആണ്. ഇനി നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അല്ലേ? അപ്പൊ തുക ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ n × n+1 × 2n+1 all divided by 6 ആണ് അല്ലെ, ഹരിക്കണം 6 ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം 6 × 6+1 × 2 × 6+1 all divided by 6 അല്ലേ. ഇനി എന്ത് വരും? 6 × 7 × 12 അല്ലെ. 12+1 എത്രയാ? 13 അല്ലെ. അപ്പൊ 13 all divided by എന്ത് കിട്ടി? 6 കിട്ടി. ഈ 6ഉം ഈ 6ഉം എന്താ കോമൺ ആയിട്ട് വെട്ടിപ്പോയിക്കൂടെ അല്ലെ? അപ്പൊ അത് കട്ട് ചെയ്ത് പോയി. അപ്പൊ ഇനി 7 × 13 ചെയ്ത് നോക്കൂ. നമുക്ക് ചെയ്ത് നോക്കിയാലോ? എന്നാ ചെയ്യാം. അപ്പം ഇവിടെ n = എത്രയാണ്? 12 അല്ലെ. എത്ര എണ്ണത്തിന്റെ കണ്ണ്? ആദ്യത്തെ 12 സംഖ്യകളുടെ അല്ലെ. അപ്പൊ n = 12. അപ്പം എത്ര കിട്ടാ? 12 × 12+1 × 12+1 all divided by 6 ആവര അല്ലെ. അപ്പൊ നോക്കിയാ 12 × 13 അല്ലെ. 12 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യല്ലേ. അപ്പൊ 12+1 എത്രയാണ്? 13. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യല്ലേ, ആദ്യം ഗുണിക്കാൻ വേണ്ടത്, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 12 × 2 എത്രയാ? 24. 24+1 എത്രയാ? 25. അപ്പൊ എത്ര കിട്ടി? 25 all divided by 6 അല്ലെ. ഇനി നോക്കിയേ, ഈ 6നെയും 12നെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും അല്ലെ. 6 12 6ൽ എത്ര പ്രാവശ്യം പോവും? 2. എത്ര പ്രാവശ്യം പോവും അല്ലെ? 2 6 12 അല്ലേ അല്ലേ. അപ്പൊ 2 പ്രാവശ്യം പോയി. അപ്പോഴോ 2 × 13 × 25 എന്ന് കിട്ടി. അപ്പൊ ആൻസർ എത്ര കിട്ടി? 650 എന്ന് കിട്ടി. ഇത്ര വരും ക്യൂബിന്റെ തുക കേട്ടോ. എന്താണ് ക്യൂബിന്റെ തുക? എന്താ ക്യൂബ് പറഞ്ഞാല്? ക്യൂബ് എന്താ? അല്ല, നിങ്ങൾ കേട്ടില്ലേ 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, ഘനങ്ങൾ കേട്ടോ. ഘനങ്ങളുടെ തുക. അപ്പൊ ഇതിന് വേറെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ എന്താണ്? ഘനങ്ങളുടെ തുക കേട്ടോ. ഘനങ്ങളുടെ തുക. അത് ഇക്വേഷൻ ആണ്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n × n+1/2. അപ്പൊ അത് ആദ്യം എഴുതാം, n × n+1/2. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതിനെ എല്ലാം കൂടെ എന്ത് ചെയ്യാ? കിട്ടുന്ന ഉത്തരത്തിനെ സ്ക്വയർ ചെയ്യാം. കിട്ടുന്ന ഉത്തരത്തിന് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അതാണ് എന്തിന്റെ തുക എന്ന് പറയുന്നത്? ക്യൂബിന്റെ തുക അല്ലെങ്കിൽ ഘനങ്ങളുടെ തുക എന്ന് പറയുന്നത്. അപ്പൊ എണ്ണൽ സംഖ്യന്റെ എന്താണ്? n × n+1/2 അല്ലെ. അതിനെന്ത് ചെയ്യണം? നിങ്ങള് സ്ക്വയർ കൂടെ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? സ്ക്വയർ കൂടെ ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് ക്യൂബിന്റെ തുക. അപ്പൊ എന്താ ക്യൂബിന്റെ തുക? n × n+1/2 all square ട്ടോ. n × n+1/2 all square ആണ് എന്ത് പറയുന്നത്? ക്യൂബിന്റെ തുകയായിട്ട് വരുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ?
ആദ്യത്തെ 6 സംഖ്യകളുടെ 6 വേണോ? ആദ്യത്തെ 10 സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കേട്ടോ. ആദ്യത്തെ 10 സംഖ്യകളുടെ ക്യൂബിന്റെ തുക. n = എത്ര കിട്ടി? 10 അല്ലേ? n = എത്ര കിട്ടി? 55 സ്ക്വയർ ആയിട്ടോ വരാ. n = എത്ര കിട്ടി? 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇക്വേഷൻ കൊടുക്കല്ലേ. അപ്പൊ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n × ഇക്വേഷൻ ചെയ്യണേ. നിങ്ങൾ ഓരോ പ്രാവശ്യം പ്രോബ്ലം ചെയ്യണ സമയത്ത് ഇക്വേഷൻ എന്ത് ചെയ്യണം? എഴുതി തന്നെ ചെയ്യണം. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. n × n + 1/2 ഹോൾ സ്ക്വയർ 55 നോക്കാം നമുക്ക്. അപ്പൊ 10 × 10 + 1 / 2 ഹോൾ സ്ക്വയർ. നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്യാം. പ്രോബ്ലം ആദ്യം ചെയ്യാം. നോക്കാം നമുക്ക്. അപ്പൊ 10 × എന്ത് കിട്ടി? 11 അല്ലേ? 11/2 ഹോൾ സ്ക്വയർ. ഇനി ഈ 10ഉം ഈ 2ഉം കൂടെ കട്ട് ചെയ്ത് പോവില്ലേ? അപ്പൊ എത്ര പോയി? 5 അല്ലേ? അപ്പൊ 5 × 11 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ അത് എത്ര കിട്ടി? 55 സ്ക്വയർ. എത്രയാ 55ന്റെ സ്ക്വയർ? 55ന്റെ സ്ക്വയർ എത്രയാ? 3025 കേട്ടോ. 3025. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 20 സംഖ്യകളുടെ ക്യൂബിന്റെ തുക ഒന്ന് കാണൂ. ചെയ്യാം എന്നാല്. അപ്പം 20 × 21/2 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ എന്തെന്ന് ഈ 2ഉം 20ഉം എന്ത് ചെയ്ത് കട്ട് ചെയ്ത് പോയി. അപ്പൊ 210ന്റെ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പൊ 21ന്റെ സ്ക്വയർ കാണുക, 2 0 എന്ത് ചെയ്ത് കൊടുക്ക? എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ 21ന് ഓക്കെ. അപ്പൊ 21ന്റെ സ്ക്വയർ എത്രയാണ്? 441. ഓക്കെ, അഖണ്ഡ സംഖ്യകൾ നമ്മൾ പഠിച്ചില്ലേ? എന്തായിരുന്നു അഖണ്ഡ സംഖ്യകള്? ഓക്കെ, 0 മുതലുള്ള സംഖ്യകൾ അല്ലെ? 0 എണ്ണൽ സംഖ്യയോടൊപ്പം 0 കൂടെ കൂടിയ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞത്. ഇനി ഈ അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. എന്താണ്? അഖണ്ഡ സംഖ്യകളുടെ തുക. അഖണ്ഡ സംഖ്യകളുടെ തുക കേട്ടോ. അതാണ് n × n - 1/2. n × n - 1/2. n × n - 1/2. ക്വസ്റ്റ്യൻ തരട്ടെ. ആദ്യത്തെ 21 അഖണ്ഡ സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 21 സംഖ്യകളുടെ തുക കാണുക. അപ്പൊ n എത്രയാണ് ഇവിടെ? n സ്ഥാനത്ത് നമ്മൾ എത്ര കൊടുക്കുക? 20 ആണോ? 21 ആണ് പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ 21 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ്. കിട്ടിയോ? ചെയ്യാന്നാല്. അപ്പൊ എന്താ? n × n - 1/2 ആണ് ഇക്വേഷൻ. അപ്പൊ 21 × 21 - 1 വേണ്ടേ? അപ്പൊ 20 അല്ലെ? അപ്പൊ 21 × 20/2. ഈ 2നെയും 20നെയും കട്ട് ചെയ്ത് പോയിക്കൂടെ? എത്ര കട്ട് ചെയ്യും? 10 അല്ലെ? അപ്പൊ 21 × 10 = 220.
10. ആദ്യം നമ്മള് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ് പഠിച്ചത് അല്ലെ. അപ്പൊ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക, എണ്ണൽ സംഖ്യകളുടെ തുക കേട്ടോ. എന്തായിരുന്നു എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ? n into വെരി ഗുഡ്, n into n plus 1/2, n into n plus 1/2 കേട്ടോ, n into n plus 1/2. ഇനി എന്തായിരുന്നു അടുത്തത് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇരട്ട സംഖ്യകളുടെ തുക. എന്താണ് ഇരട്ട സംഖ്യകളുടെ തുക? എന്താ ഇരട്ട സംഖ്യകളുടെ തുക? n into n into n plus 1, n into n plus 1. അടുത്ത എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒറ്റ സംഖ്യകളുടെ തുക. എന്താണ് ഒറ്റ സംഖ്യകളുടെ തുക? എന്താണ് ഒറ്റ സംഖ്യകളുടെ തുക പഠിച്ചത്? ഓക്കെ, n സ്ക്വയർ. എന്താണ് n സ്ക്വയർ? നേരെ അതിന്റെ എന്ത് ചെയ്യണം? സ്ക്വയർ എടുക്കണം അല്ലെ. അപ്പൊ n സ്ക്വയർ. പിന്നെ എന്താ പഠിച്ചത് നമ്മള്? വർഗങ്ങളുടെ തുക അല്ലെ. എന്താണ് വർഗങ്ങളുടെ തുക? എന്താണ് വർഗങ്ങളുടെ തുക പഠിച്ചത്? അല്ലെ, ആ വലിയ ഇക്വേഷൻ അല്ലെ, അത് ആലോചിക്കുക. വർഗങ്ങളുടെ തുക കാണുമ്പോ എന്താണ് വലിയ ഇക്വേഷൻ ആണെന്ന് ആലോചിക്കാം. അപ്പൊ എന്താ n into n plus 1 ഉണ്ട്. വെരി ഗുഡ്. പിന്നെയോ 2n plus 1 all divided by 6, all divided by 6 കേട്ടോ. ഇനി അടുത്തെന്താ? പിന്നെന്താ പഠിച്ചത്? ക്യൂബ് അല്ലെങ്കിൽ ഘനം അല്ലെ. ക്യൂബിന്റെ തുക അല്ലെങ്കിൽ ഘനങ്ങളുടെ തുക കേട്ടോ. ഘനസംഖ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ക്യൂബ് ആണെന്ന് ആലോചിക്കണം കേട്ടോ. ഘനങ്ങളുടെ തുക. എന്താണ് ഘനങ്ങളുടെ തുക? അപ്പൊ അവിടെ ഘനങ്ങളുടെ ആലോചിക്കുമ്പോ എണ്ണൽ സംഖ്യനെ ആലോചിക്കണം അല്ലെ. എന്നിട്ട് അതിന്റെ എന്താണ് സ്ക്വയർ ആണ് എടുക്കുക കേട്ടോ. അപ്പൊ എന്താ എണ്ണൽ സംഖ്യന്റെ? n into n plus 1/2 all സ്ക്വയർ കേട്ടോ. ഇനി അടുത്തെന്തോ? അഖണ്ഡ സംഖ്യകളുടെ തുക. എന്താണ് അഖണ്ഡ സംഖ്യകളുടെ തുക? n into n minus 1/2. അപ്പൊ ഇത് വേഗം കോപ്പി എടുത്ത് കൊടുത്തു കേട്ടോ. മുഖവില കേട്ടോ. നേരത്തെ പറഞ്ഞ കേവല വില, ഇത് മുഖവില കേട്ടോ. അപ്പൊ എന്താണ് മുഖവില എന്ന് പറയണമെങ്കിൽ, അപ്പൊ അത് നമുക്കൊരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെ ആയിരിക്കും. ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് അതേ സംഖ്യ ആയിരിക്കും. നോക്കാം. എന്നാല് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. മൂവായിരത്തി 475 4ന്റെ മുഖവില എത്രയാണ്? 4ന്റെ 32,475 അല്ലെ. ഓക്കെ 32,475 4ന്റെ മുഖവില എത്രയാണ്? മുഖവില എത്രയാണ് കേട്ടോ? ആണോ? എന്താ നമ്മള് പറഞ്ഞേ? നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് എന്താ? ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെ ആയിരിക്കും എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ എന്താ? ഇതാണ് നമ്മുടെ സംഖ്യ അല്ലെ. 4ന്റെ മുഖവിലയാണ് ചോദിച്ചത്. അപ്പൊ എന്താ ആൻസർ വരിക? 4 തന്നെയാണ്. അതേ സംഖ്യ എന്നല്ലേ പറഞ്ഞത്? 4 തന്നെയാണ്. ഇനി ഇവിടെ ഒരു 400 വരെ ആൻസർ വന്നു അല്ലെ. ഓക്കെ എഴുതാന്നാല്. അപ്പൊ മുഖവില ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. മുഖവില എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് അതേ സംഖ്യ ആയിരിക്കും. ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെ മുഖവില അതേ സംഖ്യ ആയിരിക്കും കേട്ടോ. ഒരു സംഖ്യയുടെ മുഖവില അതേ സംഖ്യ ആയിരിക്കും.
അപ്പൊ എന്താ നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ? 32,475 എന്ന സംഖ്യയിലെ നാലിന്റെ മുഖവില എന്താണ് അല്ലെ? നാലിന്റെ മുഖവില മുഖവില എന്താണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി, നാല് നിങ്ങൾ കാണുന്ന ഇവിടെ അല്ലേ? അപ്പൊ മുഖവില എന്ന് പറയണത് അതേ സംഖ്യയിലെ 4 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരം വരിക? 4 തന്നെ ആണ്. അപ്പൊ എന്താണ് ഉത്തരം വരിക? 4 തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്ഥാനവില എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്താണ് സ്ഥാനവില? നിങ്ങളല്ലേ എണ്ണണ സമയത്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണ 1, 10, 100, 1000, 10,000 അങ്ങനെയായിട്ട് പോവാ. അപ്പൊ അതാണ് സ്ഥാനവില എന്ന് പറയണത്. അതായത് നിങ്ങളോട് ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ഥാനവില ചോദിക്കാന്ന് വിചാരിക്കാം. ഓക്കെ ആണ് സ്ഥാനവില കേട്ടോ. അപ്പൊ എന്താണ് സ്ഥാനവില എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളോട് ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ഥാനവില ചോദിച്ചു കഴിഞ്ഞാല് ആ സംഖ്യക്ക് ശേഷം എത്ര പൂജ്യം, ആ സംഖ്യയുടെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ എത്ര പൂജ്യം ഇട്ട് കൊടുക്കാം. ആ സംഖ്യ എഴുതിയിട്ട് ആ സംഖ്യ കഴിഞ്ഞിട്ട് എത്ര പൂജ്യം ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 32,475 നാലിന്റെ സ്ഥാനവില എന്താണ്? 4ന്റെ സ്ഥാനവില എന്താണ്? ഓക്കെ, 4 നിങ്ങൾ കാണുന്നത് എവിടെയാ? ഇവിടെ അല്ലേ? അപ്പൊ ആ 4 എഴുതാം. അത് കഴിഞ്ഞിട്ട് 2 സംഖ്യകൾ ഉണ്ട് അല്ലെ? 4 കഴിഞ്ഞിട്ട് 2 സംഖ്യകൾ വരുന്നുണ്ട് അല്ലെ? 4 കഴിഞ്ഞിട്ട് 2 സംഖ്യകൾ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? 2 പൂജ്യം എന്ത് ചെയ്യാ? ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഉത്തരം എന്താ കിട്ടുക? 400. എത്ര കിട്ടുക? 400. ഇനി ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതിലെ തന്നെ 5ന്റെ സ്ഥാനവില എത്രയാ? 5 വേണ്ട അല്ലെ? 7ന്റെ സ്ഥാനവില നോക്കാം. 7ന്റെ സ്ഥാനവില എത്രയാ? ഒറ്റ 10 എന്നല്ലേ? അപ്പൊ എത്ര വരിക? 70. എത്ര വരിക? 70 കേട്ടോ. ഇനി 3ന്റെ സ്ഥാനവിലയോ? അതിനെന്ത് ചെയ്യണം? പൂജ്യം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് വരിക കേട്ടോ. 3ന്റെ സ്ഥാനവില എത്ര വരിക? ഓക്കെ, 30,000 കേട്ടോ. മൂന്ന് കഴിഞ്ഞിട്ട് 4 പൂജ്യം എന്ത് ചെയ്യണം? നമ്മള് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. 1, 2, 3. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യൂ കേട്ടോ. 36,75,149 5ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം കാണുക. ശ്രദ്ധിക്കണം, എന്താണ് കാണേണ്ടത്? വ്യത്യാസമാണ് കാണേണ്ടത് കേട്ടോ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അത് കുറയ്ക്കണം കേട്ടോ. അപ്പൊ സ്ഥാനവിലന്ന് മുഖവില കുറയ്ക്കണം. സ്ഥാനവിലന്ന് മുഖവില കുറയ്ക്കുക കേട്ടോ. 5,995 ആണോ? 4,995 ആൻസർ വരിക കേട്ടോ. ചെയ്ത് നോക്കാം. എന്നാല് നമുക്ക് എന്താ പറഞ്ഞത്? 5ന്റെ സ്ഥാനവില അല്ലെ? 5ന്റെ സ്ഥാനവില എന്താണ്? സ്ഥാനവിലന്ന് മുഖവില കുറയ്ക്കണം അല്ലെ?
ആ അപ്പൊ സ്ഥാനവില എത്രയാ? 5 കഴിഞ്ഞിട്ട് എത്ര സംഖ്യ വരുന്നുണ്ട്? 1 2 3 അല്ലെ? അപ്പൊ നമ്മൾ എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? 1 2 3 അല്ലെ? 5000 അല്ലെ? മൈനസ് മുഖവില എത്രയാ? ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ 5. അപ്പൊ എത്ര കിട്ടും ആൻസർ? 4995 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ് മൂന്നാമത്തെ സംഖ്യയുടെ 2 മടങ്ങിനേക്കാൾ മൂന്ന് കൂടുതലാണ് എന്നാൽ മൂന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കുക കേട്ടോ. ഇപ്പൊ എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ് മൂന്നാമത്തെ സംഖ്യയുടെ 2 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. എന്നാൽ മൂന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനാണ് കേട്ടോ ചോദ്യം. ഞാൻ കണ്ടുപിടിച്ചാലോ അല്ലെ? ഒറ്റ സംഖ്യകളുടെ എത്ര വെച്ചിട്ടാ ഒറ്റ സംഖ്യകൾ കൂടി പോണത്? 2 വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു ലെറ്ററിനെ കൊണ്ടുവരും. അതാണ് ആര്? എക്സ് അല്ലെ? അപ്പൊ നമ്മളെ സംഖ്യ എക്സ് ഉണ്ടാവും. പിന്നെയോ x+2 ഉണ്ടാവും അല്ലെ? പിന്നെയോ x+3 ആണോ? x+4 ആണ്. എന്താണ്? x+4 ആണ്. ഇനി എന്താ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താ തന്നിട്ടുള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. തുടർച്ചയായ 3 ഒറ്റ സംഖ്യ നമ്മൾ എഴുതിയില്ലേ? ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ്. ആദ്യത്തെ സംഖ്യ ഏതാ? ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് എക്സ് അല്ലെ? അതിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോ എന്താ? 3 മടങ്ങ് എന്ന് പറയുന്നത് അല്ലെ? 3 മടങ്ങ് മൂന്നാമത്തെ സംഖ്യ. അപ്പൊ ഇതിന്റെ 3 മടങ്ങ് എന്ന് പറയണാണ്. മൂന്നാമത്തെ സംഖ്യ ഏതാ അവിടെ? x+4 ആണ് അല്ലെ? അപ്പൊ മൂന്നാമത്തെ സംഖ്യയുടെ 2 മടങ്ങിനേക്കാൾ എന്ന് പറയുമ്പോ ഈ സംഖ്യ എന്ത് ചെയ്യണം? 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2നെ കൊണ്ട് ഗുണിക്കണം അല്ലെ? അപ്പൊ 2 മടങ്ങിനേക്കാൾ എത്ര കൂടുതലാണെന്ന് പറഞ്ഞേ? 3 കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 3x = ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ടേ? അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ 2നെ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ സംഖ്യനെ കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം അല്ലെ? ബ്രാക്കറ്റിന്റെ പുറത്തുള്ള ഒരു സംഖ്യനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓരോ സംഖ്യനെ കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പൊ 2നെ x കൊണ്ട് ഗുണിച്ചാല് 2x + 2 × 4 എത്ര വരിക? 8 പ്ലസ് എന്താ? 3 അല്ലെ? അപ്പൊ ഇനിയോ 2x + 8 3 11. ഇനി x നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അപ്പൊ 3x - 2x = 11 എന്ന് കിട്ടി. 3x - 2x എത്രയാ? 3 2 പോയാൽ എത്രയാ? 1 അല്ലേ? അതായത് ഒരു x എന്ന് തന്നെ എഴുതാം അല്ലെ? നമുക്ക് ഒരു x എന്ന് എഴുതാം. 1 × x എന്ന് എഴുതുന്നത് x എഴുതുന്നതും 1 ആണ്. അപ്പൊ x എന്ന് എന്താ കിട്ടിയത്? 11 എന്ന് കിട്ടി. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? എന്നാൽ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാ? x+4 ആണ് അല്ലെ? അപ്പൊ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? സംഖ്യ x+4 ആണ്. അത് കിട്ടി 11 + 4 എന്ന് കിട്ടി അല്ലെ? അപ്പൊ എത്ര കിട്ടും നമുക്ക് ആൻസർ? 15 എന്നാണ് ആൻസർ കിട്ടാട്ടോ. ഓക്കെ, 15 കേട്ടോ. മൂന്നാമത്തെ സംഖ്യ 11 + 4 ആണ് 15 കേട്ടോ.
അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം എണ്ണൽ സംഖ്യ പറഞ്ഞല്ലേ, അതൊന്ന് മുഴുവനായിട്ട് ഞങ്ങൾക്ക് ഒന്ന് ബ്രീഫായിട്ട് എഴുതി തരാം. അപ്പൊ എന്താ നമ്മൾ ആദ്യം പറഞ്ഞത്? എണ്ണൽ സംഖ്യ ആയിരുന്നു അല്ലെ. എന്താണ് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്? 1, 2, 3 തുടങ്ങി ഇൻഫിനിറ്റ് വരെ പോണത് അല്ലെ. പിന്നെ ഇരട്ട സംഖ്യ പറഞ്ഞില്ലേ നമ്മള് അല്ലെ? ഇരട്ട സംഖ്യ എന്തായിരുന്നു? 2, 4, 6 തുടങ്ങി 2 കൊണ്ട് ഹരിക്കാൻ നിശേഷം ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളും. അടുത്തതോ ഒറ്റ സംഖ്യ അല്ലെ. എന്തായിരുന്നു ഒറ്റ സംഖ്യ? 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യ അല്ലെ. 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം കിട്ടുന്ന സംഖ്യ ഏതൊക്കെയാ? 1, 3, 5 അങ്ങനെ പോയിട്ട്. പിന്നെ എന്താ? അഖണ്ഡ സംഖ്യ പറഞ്ഞല്ലേ നമ്മള്. അഖണ്ഡ സംഖ്യ. എന്താ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞാല്? 0 അല്ലെ. എണ്ണൽ സംഖ്യയുടെ കൂടെ 0 കൂടെ കൂടി വരുന്ന സംഖ്യ. അപ്പം 0, 1, 2, 3 അങ്ങനെ പോകും. അങ്ങനെ പോയി ഇൻഫിനിറ്റ് വരെ. പിന്നെ ഏതാ നമ്മൾ പറഞ്ഞേ? പിന്നെ ഏത് സംഖ്യ നമ്മൾ പറഞ്ഞേ? ഭാഗ്യസംഖ്യ അല്ലെ. എന്താ ഭാഗ്യസംഖ്യ? ഏതൊക്കെയാ ഭാഗ്യസംഖ്യ? എന്താ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാല്? രണ്ടിലധികം ഒന്നും അതേ സംഖ്യയും അല്ലാതെ എന്ത് വരണം? ഘടകങ്ങൾ വരണം അല്ലെ. അപ്പൊ ആദ്യത്തെ ഭാഗ്യസംഖ്യ നമ്മൾ പറഞ്ഞേ 4. പിന്നെയോ 6 അല്ലെ. 8, 9 ഇല്ലേ? 9, 10 അങ്ങനെ പോകുന്ന സംഖ്യകൾ അല്ലെ. പിന്നെയോ അഭാജ്യസംഖ്യ പറഞ്ഞില്ലേ നമ്മള് അല്ലെ. അഭാജ്യസംഖ്യ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാ? അഭാജ്യസംഖ്യ. അത് അഖണ്ഡ സംഖ്യ അല്ലെ. ഇത് അഭാജ്യസംഖ്യ അല്ലെ. ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങൾ വരുന്ന സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയാ? അഭാജ്യസംഖ്യ എന്ന് പറയാം. അപ്പൊ ഏതാ അഭാജ്യസംഖ്യ? 2, 3, 5 അങ്ങനെ പോകും അല്ലെ. 7. ഓക്കെ 7, 9 അല്ല 11 പിന്നെ വരിക കേട്ടോ. അങ്ങനെ പോകും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞേ? പിന്നെ പൂർണ്ണസംഖ്യ പറഞ്ഞില്ലേ അല്ലേ. എന്തായിരുന്നു പൂർണ്ണസംഖ്യ? അഖണ്ഡസംഖ്യയുടെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്ന സംഖ്യ അല്ലെ. അപ്പൊ 0 ഉണ്ട്, -1, -2, -3 അല്ലെ. ഓക്കെ. പിന്നെയോ പരിപൂർണ സംഖ്യ പറഞ്ഞില്ലേ അല്ലേ. പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനഘ സംഖ്യ കേട്ടോ. പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ അനഘ സംഖ്യ. എന്തായിരുന്നു പരിപൂർണ സംഖ്യ എന്ന് പറഞ്ഞെങ്കിൽ 6 അല്ലെ. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയിനേക്കാൾ ഇരട്ടിയാവുകയാണെങ്കിൽ ആ സംഖ്യകൾ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പരിപൂർണ സംഖ്യ. 6, 28 പിന്നെയോ 496 പിന്നെ 8128 അങ്ങനെ പോകുന്ന സംഖ്യ അല്ലെ. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞത്?